നിങ്ങൾക്കറിയാമോ, ഭൂമിയിലെ ഏറ്റവും കഠിനമായ പ്രകൃതി സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിലൊന്നാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി എന്ന്. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഈ മണൽക്കടൽ അതിൻ്റെ അതിരുകൾ ഭേദിച്ച് തെക്കോട്ടങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയുടെ ഈ പടയോട്ടം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും ആവാസ വ്യവസ്ഥയെയും തകിടം മറിക്കുകയാണ്. എന്നാൽ ഈ പ്രകൃതി പ്രതിഭാസത്തെ പ്രതിരോധിക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒത്തുചേർന്ന് നടപ്പിലാക്കുന്ന വിസ്മയകരമായ ഒരു പദ്ധതിയുണ്ട്. അതാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ അഥവാ ആഫ്രിക്കയുടെ പച്ചപ്പ് മതിൽ. അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് നിന്ന് ആരംഭിച്ച് ചെങ്കടൽ വരെ നീളുന്ന 8000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വൻമതിൽ. പക്ഷേ ഇത് കല്ലും മണ്ണും കൊണ്ടുള്ളതല്ല, മറിച്ച് മരങ്ങളും ചെടികളും പുൽമേടുകളും കൊണ്ട് നിർമ്മിച്ച ജീവനുള്ള ഒരു പ്രതിരോധ നിരയാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ മനുഷ്യർ നടത്തുന്ന ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായി ഈ പദ്ധതിയെ ഇന്ന് ലോകം വിലയിരുത്തുന്നു. സഹാറ മരുഭൂമിക്ക് തൊട്ട് താഴെയും സവന്ന പുൽമേടുകൾക്ക് മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു സംക്രമണ മേഖലയാണ് സഹൽ. സെനഗൽ മുതൽ ജിബൂട്ടി വരെ നീണ്ടുകിടക്കുന്ന ഈ പ്രദേശം ഒരിക്കൽ കൃഷിക്കും കന്നുകാലി വളർത്തലിനും അനുയോജ്യമായ ഇടമായിരുന്നു. എന്നാൽ ആഗോള താപനം വർദ്ധിച്ചതോടെ ഇവിടുത്തെ മഴയുടെ ലഭ്യത കുറയുകയും കടുത്ത വരൾച്ച പതിവാകുകയും ചെയ്തു. മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെട്ടതോടെ കാറ്റ് വീശുമ്പോൾ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഒലിച്ചു പോവുകയും പകരം മരുഭൂമിയിലെ മണൽ വന്നടിയുകയും ചെയ്യുന്നു. ഇതിനെയാണ് മരുഭൂവൽക്കരണം എന്ന് വിളിക്കുന്നത്. ഈ പ്രതിസന്ധി കേവലം പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, മറിച്ച് ഒരു വലിയ മാനുഷിക ദുരന്തം കൂടിയാണ്. കൃഷിഭൂമി നഷ്ടപ്പെടുന്നതോടെ ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സഹാറയുടെ അധിനിവേശത്തെ തടയാൻ പ്രകൃതിദത്തമായ ഒരു മതിൽ വേണമെന്ന ചിന്ത ആഫ്രിക്കൻ യൂണിയനിൽ ഉദിക്കുന്നത്. ഗ്രേറ്റ് ഗ്രീൻ വാൾ പദ്ധതിയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വെറുമൊരു മരം നടിയിൽ പദ്ധതിയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2007 ആഫ്രിക്കൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ദൗത്യം ഔദ്യോഗികമായി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ സഹാറയുടെ തെക്കൻ അതിരിലൂടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യമെങ്കിലും പിൽക്കാലത്ത് ഇതൊരു സമഗ്രമായ ഭൂമി പുനരുജ്ജീവന പദ്ധതിയായി മാറി. മരങ്ങൾ നടുന്നതിനൊപ്പം തന്നെ തരിശുഭൂമിയെ വീണ്ടും ബലഭൂഷ്ടമാക്കുക, അതുപോലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, പ്രാദേശിക ജനതയ്ക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ ഒരുക്കുക എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് 22ഓളം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കാളികളാണ്. ഓരോ രാജ്യവും അവരുടെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ തദ്ദേശീയ സസ്യങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് വരൾച്ചയെ അതിജീവിക്കാൻ ശേഷിയുള്ള അക്വേഷ്യ മരങ്ങളാണ് മിക്കയിടങ്ങളിലും പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ പദ്ധതിയുടെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഫാർമർ മാനേജ്മെന്റ് നാച്ചുറൽ റീജനറേഷൻ എന്ന വിപ്ലവകരമായ രീതിയെക്കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. വലിയ തോതിൽ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന് പകരം മണ്ണിൽ അവശേഷിക്കുന്ന മരങ്ങളുടെ വേരുകളിൽ നിന്നും വിത്തുകളിൽ നിന്നും സ്വാഭാവികമായ ചെടികൾ വളരാൻ അനുവദിക്കുന്ന രീതിയാണിത്. കർഷകർ ഈ ചെടികളെ സംരക്ഷിക്കുകയും ശാസ്ത്രീയമായി പരിപാലിക്കുകയും ചെയ്യുന്നു. ഈ രീതി ചെലവ് കുറഞ്ഞതാണെന്ന് മാത്രമല്ല, അത് പ്രാദേശിക പാരിസ്ഥിതിയുമായി വേഗത്തിൽ പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. നൈജർ പോലുള്ള രാജ്യങ്ങളിൽ ഈ രീതിയിലൂടെ ദശലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി വീണ്ടും പച്ചപ്പണിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മരങ്ങൾ വളരുന്നതോടെ മണ്ണിലെ ഈർപ്പം നിലനിൽക്കുകയും അന്തരീക്ഷ താപനില കുറയുകയും ചെയ്യുന്നു. ഇത് ക്രമേണ പ്രദേശത്തെ മഴയുടെ അളവ് വർദ്ധിക്കാൻ സഹായിക്കുന്നു. ഗ്രേറ്റ് ഗ്രീൻ വാൾ സൃഷ്ടിച്ച സാമൂഹികവും സാമ്പത്തികവുമായ സ്വാധീനം വളരെ വലുതാണ്. മരുഭൂവൽക്കരണം കാരണം കൃഷി ഉപേക്ഷിച്ച് പല ഗ്രാമങ്ങളും ഇന്ന് പച്ചപ്പിലേക്ക് തിരിച്ചു വരികയാണ്. സെനഗലിൽ മാത്രം 12 ദശലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. എത്യോപ്യയിൽ 15 ദശലക്ഷം ഹെക്ടറിലധികം ഭൂമി വീണ്ടെടുത്തു. ഈ മാറ്റം ദശലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മരങ്ങൾ വളരുന്നതോടെ തേനുൽപാദനം, പഴവർഗ്ഗങ്ങളുടെ കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവ വീണ്ടും സജീവമായി. ഇത് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം കുറയ്ക്കുകയും യുവാക്കൾ നഗരങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കുടിയേറുന്നത് തടയുകയും ചെയ്യുന്നു. ഭക്ഷണത്തിനായുള്ള നെട്ടോട്ടം അവസാനിക്കുന്നതോടെ പ്രദേശത്തെ സംഘർഷങ്ങളും കുറയുന്നു എന്നത് ഈ പദ്ധതിയുടെ പരോക്ഷമായ ഒരു വലിയ വിജയമാണ്. എന്നിരുന്നാലും ഈ മഹാദൗത്യം നേരിടുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. സഹേൽ മേഖലയിലെ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര യുദ്ധങ്ങളും പദ്ധതിയുടെ പുരോഗതിയെ സാരമായി ബാധിക്കുന്നുണ്ട്. മാലി, ബുർക്കിന ഫാസോ തുടങ്ങിയ രാജ്യങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പലയിടങ്ങളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കാനോ അതുപോലെ പരിപാലിക്കാനോ സാധിക്കുന്നില്ല. കൂടാതെ ആവശ്യത്തിന് ഫണ്ട് ലഭ്യമാകാത്തതും മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ്. ലോകബാങ്ക്, ഫ്രഞ്ച് സർക്കാർ തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികൾ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ലക്ഷ്യമിട്ട വേഗതയിൽ പണം എത്തിച്ചേരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം കാരണം വർദ്ധിച്ചു വരുന്ന ഉഷ്ണതരംഗങ്ങൾ പുതുതായി നട്ടുപിടിപ്പിക്കുന്ന തൈകളുടെ അതിജീവനത്തെയും ബാധിക്കുന്നുണ്ട്.
എന്നിരുന്നാലും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യം ഈ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. 2030 ആണ്ടോടെ 100 ദശലക്ഷം ഹെക്ടർ തരിശുഭൂമി വീണ്ടെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിലൂടെ 250 ദശലക്ഷം ടൺ കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ആഗോള താപനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ആഫ്രിക്ക നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ഇത്. വെറുമൊരു ഗ്രീൻ വാൾ എന്നതിനേക്കാൾ ഇതൊരു ഗ്രീൻ മൊസൈക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരൊറ്റ നീളത്തിലുള്ള മതിൽ എന്നതിലുപരി പച്ചപ്പണിഞ്ഞ കൃഷിയിടങ്ങളുടെയും വനങ്ങളുടെയും ഒരു വലിയ ശൃംഖലയായി ഇത് മാറുന്നു. ഇത് ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം നിലനിർത്താനും വന്യജീവികൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കാനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാന വശം ഇതിലെ അന്താരാഷ്ട്ര സഹകരണമാണ്. 22 രാജ്യങ്ങൾ ഒരേ ലക്ഷ്യത്തിനായി കൈകോർക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. അതിർത്തി തർക്കങ്ങളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് പ്രകൃതിക്കായി ഒന്നിക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സാധിച്ചു എന്നത് വലിയൊരു പാഠമാണ്. ഈ പദ്ധതി ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഭൂമി നേരിടുന്ന കാലാവസ്ഥാ ഭീഷണികളെ നേരിടാൻ പ്രാദേശികമായ അറിവുകളും ആധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേരുന്ന കൂട്ടായ പരിശ്രമങ്ങൾ അത്യാവശ്യമാണ്. ചൈനയിലെ ഗോബി മരുഭൂമി വ്യാപിക്കുന്നത് തടയാൻ അവർ നടപ്പിലാക്കിയ ഗ്രീൻ ഗ്രേറ്റ് വാൾ പദ്ധതിക്കും ഇന്ത്യയിലെ ആരവല്ലി പർവ്വതനിരകൾക്ക് സമീപം ആലോചിക്കുന്ന പച്ചപ്പ് മതിലിനും ആഫ്രിക്കയുടെ ഈ ദൗത്യം വലിയ പ്രചോദനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്നത് ഒരു ഭൂഖണ്ഡത്തിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. മണൽക്കുന്നുകൾക്ക് മുന്നിൽ തളർന്നു പോകാതെ അവയെ പച്ചപ്പണിയിച്ച് മാറ്റിയെടുക്കാം എന്ന ആത്മവിശ്വാസമാണ് ഈ പദ്ധതി നൽകുന്നത്. 8000 കിലോമീറ്റർ നീളത്തിൽ മരങ്ങൾ തലയുയർത്തി നിൽക്കുമ്പോൾ അത് സഹാറയെ തടയുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ആഫ്രിക്കയുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് സുരക്ഷിതമായ ഒരു ഭൂമിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉറപ്പുവരുത്തുക കൂടിയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് വഴി മനുഷ്യന് തന്റെ നഷ്ടപ്പെട്ട സ്വർഗങ്ങൾ തിരിച്ചുപിടിക്കാം എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായി ഈ പച്ചപ്പ് മതിൽ എന്നും നിലകൊള്ളും. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ മതിൽ കൂടുതൽ കരുത്താർജിക്കുമെന്നും ലോകത്തെ കാർന്നു തിന്നുന്ന കാലാവസ്ഥാ വ്യതിയാനമെന്ന വ്യാധിക്കുള്ള ഒരു മരുന്നായി ഇത് മാറുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ആഫ്രിക്കയുടെ ഈ പച്ചപ്പ് സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ആ ഭൂഖണ്ഡത്തിന്റെ മാത്രം വിജയമല്ല, മറിച്ച് ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും വിജയമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.